ഒരു വലിയ നേതാവിന്റെ മരണം ആ മുൻപോട്ടുള്ള ജനതയുടെ മുഴുവൻ പ്രതീക്ഷകൾ മസ്തമിപ്പിച്ച് നിൽക്കുമ്പോൾ ദൈവം അടുത്തൊരു നേതാവിനെ പകരമായി എഴുന്നേൽപ്പിക്കുക. അവനെ വിളിച്ചിറക്കി കഴിഞ്ഞപ്പോൾ ആ ദൈവമനുഷ്യനോട് അല്ലെങ്കിൽ ആ നേതാവിനോട് ദൈവം പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ തന്നെ നിന്നോട് കൂടെയും ഇരിക്കും. ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ളത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാം. നിന്റെ മുൻപിലുള്ളവർ മാറിപ്പോയേക്കാം, പിൻപിലുള്ളവർ മാറിപ്പോയേക്കാം, നിന്റെ കൂടെ നടക്കുന്നവർ മാറിപ്പോയേക്കാം, പക്ഷേ കർത്താവ് പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾക്കകത്ത് നിങ്ങൾ കയറുന്നോടം വരെ യേശു നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഈ പകൽ അത് വിശ്വസിക്കാം, അവൻ നമ്മോട് കൂടെയുണ്ട്. ഒരു മിനിറ്റ് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിന്റെ മക്കളോട് എന്റെ അപ്പൻ കൂടെ ഉണ്ട് എന്ന് അവർക്ക് ബോധ്യമാകത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തിയെ എന്റെ യേശു അപ്പച്ചൻ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവിന്റെ വലിയ കരം നിന്റെ മക്കൾ ഈ ദിവസങ്ങളിൽ അഭിമുഖീകരിക്കട്ടെ, അനുഭവിക്കട്ടെ. ദൈവസാന്നിധ്യത്തിനകത്ത് ദൈവം മറയ്ക്കണം, അത്ഭുതങ്ങളെ ദൈവം ചെയ്താട്ടെ. പ്രാർത്ഥനയ ചോദിച്ച ഓരോരുത്തരെയും അവിടുത്തെ കരത്തിൽ ഏൽപ്പിച്ച് ഞാൻ അനുഗ്രഹിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മീതെ പരിശുദ്ധാത്മാവ് ചലിക്കണം, അത്ഭുതമാക്കിയാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ. ഒരിക്കൽ കൂടി പറയുന്നു, യേശു നമ്മോട് കൂടെയുണ്ട്, യേശു നിങ്ങളോട് കൂടെയുണ്ട്. മേ ഗോഡ് ബ്ലസ് യു. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ലവ് യു.